പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബം തൃശൂരിലെത്തി. അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം കാണും. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, പോലീസ് സർജൻ പറയുന്ന വാക്കുകൾ നമ്മളുടെ തല കുനിപ്പിക്കുന്നതാണ്, ലജ്ജാവഹമാണ്. നമ്മൾ ആ കുടുംബത്തോട് മാപ്പ് പറയുക എന്നുള്ളതാണ് ഒരു മലയാളി എന്ന നിലയിൽ ചെയ്യേണ്ടത്. കുടുംബത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിവരങ്ങൾ. അനുജ, തീർച്ചയായും ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജന്റെ വാക്കുകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. തൻ്റെ ഇത്രയും കാലത്തെ ഈ ചരിത്രത്തിൽ, അതായത് ഇത്രയും കാലം താൻ ജോലി എടുത്തിരുന്നു, അതിനിടയിൽ ഇത്തരത്തിൽ പരിക്കേറ്റ നിലയിൽ ആരെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം തനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേൽക്കാത്ത ഒരിടം പോലുമില്ല, മർദ്ദനമേൽക്കാത്ത ഒരിടം പോലുമില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും കുടുംബം അല്പം മുമ്പാണ് തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അല്പസമയത്തിനകം തന്നെ അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ഇത് സംബന്ധിച്ച് കുടുംബം ചില ആവശ്യങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ബന്ധുക്കളടക്കം നേരത്തെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം സാധാരണ ഒരു തൊഴിലാളിയാണ് അദ്ദേഹം. ഈ മൈലുകൾ താണ്ടി ഇവിടെ എത്തിയത് പോലും ഈ രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയാണ്. ഒരു തരത്തിലും മറ്റു വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് അടക്കം സജ്ജീകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന സ്വന്തം നിലയ്ക്ക് സ്വന്തം ചിലവിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നീട് മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ആംബുലൻസ് വിട്ടയക്കുന്ന കാര്യമൊക്കെ വിട്ടുതരുന്ന കാര്യമൊക്കെ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതടക്കം നടപ്പായെങ്കിൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഈ രാംനാരായണനുമായി അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കുടുംബം എത്തിയാൽ മാത്രമായിരിക്കും മൃതദേഹം ഏറ്റെടുക്കുമെന്ന് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ അടിയന്തര നഷ്ടപരിഹാരം അടക്കം ലഭ്യമാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ രാംനാരായണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധുക്കളടക്കം പാലക്കാട് രാംനാരായണന്റെ ഒരു അകന്ന ബന്ധു അടക്കം ഉണ്ടായിരുന്നവരടക്കം കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴും ആവശ്യപ്പെട്ടത് ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ധനസഹായം നൽകുന്നതും ഈ ആംബുലൻസ് സജ്ജീകരിക്കുന്ന അടക്കം കാര്യത്തിൽ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ മൃതദേഹം ഒരുപക്ഷെ ഏറ്റെടുത്തേക്കൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം ബന്ധുക്കൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തും. അനുജ, സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.